Okay, so Good morning. Apple അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഐഫോൺസ് ആയ ഐഫോൺ 16, 16 പ്ലസ്, 16 പ്രോ ആൻഡ് 16 പ്രോ മാക്സ് ലോഞ്ച് ചെയ്തു. ഇന്നലെ രാത്രി നമ്മുടെ ടിം അണ്ണനും സഖ്യവും കൂടെ ഷെയർ ചെയ്ത് പുതിയ ഐഫോൺ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അതിൽ ഏകദേശം 90% ഫീച്ചേഴ്സ് ഞാൻ ഓൾറെഡി നമ്മുടെ ഐഫോൺ 16 സീരീസിന്റെ ലീക്സ് ആൻഡ് റൂമേഴ്സ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിവേ അതെല്ലാം ഇന്ന് ഒഫീഷ്യൽ ആയിട്ടുണ്ട്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഐഫോൺ 16 സീരീസ് ഫോൺസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആപ്പിൾ ലോഞ്ച് ചെയ്ത മറ്റ് ചില ഡിവൈസുകൾ പെട്ടെന്ന് പറഞ്ഞു പോകും. ഓക്കെ, ഫസ്റ്റ് ആണ് ആപ്പിളിന്റെ ലേറ്റസ്റ്റ് സീരീസ് 10 വാച്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ചെറുതായിട്ട് സ്ലിം ആക്കിയിട്ടുണ്ട്. ഡിസ്പ്ലേ കുറച്ചും കൂടി വിസിബിൾ ആണ്. ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് കുറച്ചിട്ടുണ്ട്. പിന്നെ ഒരു ജെറ്റ് ബ്ലാക്ക് കളർ ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്നാൽ ആപ്പിൾ വാച്ച് അൾട്ര 2ന്റെ ഒരു ബ്ലാക്ക് കളർ, അതായത് സാറ്റിൻ ബ്ലാക്ക് കണ്ടില്ലേ, അതിന്റെ ബോഡിയിൽ ഒരു നല്ലൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ആ ഒരു ബ്ലാക്ക് സ്ട്രാപ്പ് ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ബാറ്റ്മാൻ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിച്ചാൽ അത് മിക്കവാറും ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ആപ്പിൾ വാച്ച് അൾട്ര 2 ആയിരിക്കും. ഓക്കെ, ഒരു രക്ഷയില്ലാത്ത ഒരു ലുക്കാണ്. മാറ്റണോ? പുതിയ എയർപോഡ്സ് 4th ജനറേഷൻ വന്നിട്ടുണ്ട്. ആപ്പിൾ പറയുന്നതനുസരിച്ച് കുറച്ചും കൂടി കംഫർട്ടബിൾ ഡിസൈൻ ആണ് ഇത്തവണ വന്നിരിക്കുന്നത്. പിന്നെ 2 വേരിയൻസ് ഉണ്ട്, നോൺ ANC ആൻഡ് ANC. യെസ്, എയർപോഡ്സ് പ്രോയുടെ നെക്സ്റ്റ് ജനറേഷൻ ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും ആ സെയിം എയർപോഡ്സ് പ്രോ 2nd ജനറേഷൻ ആണ്. എന്നാൽ ഇത്തവണ ആ ഒരു ചാർജിംഗ് പോർട്ട് ടൈപ്പ് സി ആക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ക്ലിനിക്കൽ ഹിയറിംഗ് എയ്ഡിന്റെ ഒരു ഫീച്ചർ എടുത്ത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി വെരി നൈസ്. ഒരുപാട് പേര് എയർപോഡ് മാക്സ് ഉണ്ടല്ലോ, നമ്മുടെ ഹെഡ്ഫോൺസ്, അതിന്റെ 2nd ജനറേഷൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എല്ലാവരെയും ട്രോളിക്കൊണ്ട് 3 പുതിയ കളർ ഓപ്ഷൻസും പിന്നെ USB Type-C കേബിൾ ഇറക്കിയിട്ട് ആപ്പിൾ നൈസായിട്ട് സൈഡായി. ഐഫോൺ 16 ആൻഡ് 16 പ്ലസ് 5 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. സോ കഴിഞ്ഞ വർഷം വൈറ്റ് പോലെ ഇരിക്കുന്ന ബ്ലൂ ആൻഡ് വൈറ്റ് പോലെ ഇരിക്കുന്ന പിങ്ക് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ല വൈബ്രന്റ്, നല്ല രസമുള്ള കളേഴ്സാണ് ഇത്തവണ തന്നിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം പ്രോ സീരീസിൽ വന്ന ആ ഒരു ആക്ഷൻ ബട്ടൺ ഉണ്ടല്ലോ, ആ ആക്ഷൻ ബട്ടൺ ഇപ്പം 16 ആൻഡ് 16 പ്ലസിലും വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി നമ്മുടെ ലീക്സ് ആൻഡ് റൂമേഴ്സ് വീഡിയോയിൽ ഷെയർ ചെയ്ത ആ ഒരു പുതിയ ബട്ടൺ ഉണ്ടല്ലോ, ക്യാപ്ചർ ബട്ടൺ, ആപ്പിൾ അതിനെ വിളിക്കുന്നത് ക്യാമറ കൺട്രോൾ എന്നാണ്. ഓക്കെ, സോ ഈ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ 4 ഫോൺസിനും വരുന്നുണ്ട്. ഇതൊരു ആക്ച്വൽ ബട്ടൺ അല്ല, എന്ന് വെച്ചാൽ വോളിയം ബട്ടൺ അല്ലെങ്കിൽ പവർ ബട്ടൺ പോലത്തെ ഒരു ബട്ടൺ അല്ല. ഇത് ഒരു കപ്പാസിറ്റീവ് ബട്ടൺ ആണ്. അതായത് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ പ്രസ് ചെയ്യുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് വിഷ്വൽ ഇന്റലിജൻസ് എന്നൊരു പുതിയ ആപ്പിൾ ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ക്യാമറ ഓപ്പൺ ആയി വരും. എന്നിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോയിന്റ് ചെയ്താൽ ആ റെസ്റ്റോറന്റിന്റെ മെനു ആൻഡ് ടൈമിംഗ്സ് ഒക്കെ കാണിച്ചു തരും. ബേസിക്കലി നമ്മുടെ ഗൂഗിൾ ലെൻസ് പ്ലസ് സർക്കിൾ ടു സെർച്ചിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയാൻ പറ്റും. അതാണ് ഈ വിഷ്വൽ ഇന്റലിജൻസ്. പിന്നെ ഈ വിഷ്വൽ ഇന്റലിജൻസ് ഉണ്ടല്ലോ, അതിപ്പോൾ ഉടനെ കിട്ടൂല. അതായത് നിങ്ങളുടെ പുതിയ ഐഫോൺ 16 സീരീസ് ഫോൺസിന്റെ കൂടെ വരില്ല. ലേറ്റർ ദിസ് ഇയർ, അതായത് ഒന്നെങ്കിൽ നവംബർ അല്ലെങ്കിൽ ഡിസംബർ ആകുമ്പോഴേക്കും പുതിയ അപ്ഡേറ്റ് വരും. ആ അപ്ഡേറ്റിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് വരും എന്നാണ് ആപ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഐ ഡോണ്ട് നോ, എനിക്ക് വീടായിട്ട് തോന്നി ലോഞ്ച് ആകുമ്പോഴേക്കും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് റെഡിയായി വെക്കേണ്ടതാണ്. എന്നാൽ ഈ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ ഉപയോഗിച്ച് കുറെ ക്യാമറ ബേസ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് എന്തായാലും ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടും. പ്രസ് ചെയ്യുമ്പോൾ ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്യാം. ലൈറ്റ് പ്രസ് ചെയ്യുമ്പോൾ ചുറ്റുമുള്ള ഈ മെനു ഓപ്ഷൻസും ഈ എഴുത്തൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പോയിട്ട് ഫുൾ സ്ക്രീൻ വ്യൂ കിട്ടും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. 2 തവണ ലൈറ്റ് പ്രസ് ചെയ്താൽ ഇനിയും ക്യാമറ ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യാം. സോ കുറെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. ഫോൺസ് വരട്ടെ, എന്നിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് എല്ലാം ഡീറ്റെയിലിൽ ഷെയർ ചെയ്യാം. ഓക്കെ, എന്നാൽ വീണ്ടും അറിയാലോ, 60 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 60 ഹെർട്സ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇയർ ഐ തിങ്ക് 90 ഹെർട്സ് അല്ലെങ്കിൽ 120 ഹെർട്സ് വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം വന്ന ഐഫോൺ 15ലും 15 പ്ലസിലും A16 ബയോണിക് ചിപ്സെറ്റ് ആയിരുന്നു. ഇത്തവണ A17 ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് നേരെ A18 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു A18 ഉണ്ടല്ലോ, ബേസിക്കലി കഴിഞ്ഞ വർഷം പ്രോ സീരീസിൽ വന്ന A17 പ്രോ ഉണ്ടല്ലോ, അത് തന്നെയാണ്. പക്ഷെ അതായത് ഒരു GPU കോർ ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഏകദേശം സെയിം ചിപ്സെറ്റ് ആണ്. പിന്നെ അഡീഷണൽ കൂളിംഗ് കിട്ടാൻ വേണ്ടി ഗ്രഫൈറ്റ് ഷീറ്റിന്റെ ഒരു ലെയർ കൊടുത്തിട്ടുണ്ട്. സോ ആപ്പിൾ പറയുന്നതനുസരിച്ച് ഹാർഡ് കോർ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹീറ്റിംഗിന്റെ പ്രോബ്ലം കുറവായിരിക്കും. ലെറ്റ്സ് സീ. പിന്നെ ഈ കഴിഞ്ഞ WWDC ഇവന്റിൽ ആപ്പിൾ ഷെയർ ചെയ്ത ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം ഫീച്ചേഴ്സ് ആപ്പിൾ ഈ ഇവന്റിലും ഒന്നോടെ റിപ്പീറ്റ് ചെയ്തു. അതായത് ഇമെയിലുകളും മെസ്സേജുകളും ഒക്കെ എഴുതി തരും. നമ്മൾ വലിയ പാരഗ്രാഫ് ഒക്കെ എഴുതുമ്പോൾ അതിന്റെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ തിരുത്തി തരും. നമുക്ക് ടൈപ്പ് ചെയ്ത് പുതിയ തരത്തിലുള്ള ഇമോജീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ടൈപ്പ് ചെയ്ത് നമ്മുടെ ഫോട്ടോസ് ആപ്പിലുള്ള ഒരു പർട്ടിക്കുലർ ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ ഉള്ളിലുള്ള ഒരു പർട്ടിക്കുലർ പോർഷൻ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് പ്രിറ്റി നൈസ്. പിന്നെ നമ്മുടെ മെയിൽസിന്റെ നോട്ടിഫിക്കേഷൻസിന്റെ സമ്മറി ഇങ്ങനെ എഴുതി കാണിക്കും. പ്രയോറിറ്റിയിലുള്ള നോട്ടിഫിക്കേഷൻസ് മേളിൽ വരും. പക്ഷെ ഇതെല്ലാം വീണ്ടും ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടില്ല. ലേറ്റർ ദിസ് ഇയർ, അതായത് ആ ഒരു അപ്ഡേറ്റ് ഉണ്ടല്ലോ, ആ അപ്ഡേറ്റിലേ വരുള്ളൂ. പിന്നെ 48 മെഗാ പിക്സലിന്റെ ഫ്യൂഷൻ മെയിൻ ക്യാമറ വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം വന്ന ആ ഒരു 48 മെഗാ പിക്സൽ ഉണ്ടല്ലോ, അതായത് 15 പ്ലസിൽ വന്നത്, ആ സെയിം ക്യാമറയാണ്. പക്ഷേ ഈ ഒരു ക്യാമറ വെച്ച് ഇപ്പൊ നമുക്ക് 2x പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ആ ഒരു സെൻസർ ക്രോപ്പ് സംഭവം ഉണ്ടല്ലോ, ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ ഉണ്ട്. അതിപ്പം ഈ 16 പ്ലസിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇതിന്
ഇതിനെ ടെലിഫോട്ടോ എന്ന് വിളിക്കുന്നത് ചീപ്പ് ആൻഡ് ഫേക്ക് മാർക്കറ്റിംഗ് ആണ്. ടെലിഫോട്ടോ ആണ്. ഇത് നമ്മൾ സെൻസർ ക്രോപ്പ് ആണ് ചെയ്യുന്നത്. പക്ഷേ ആപ്പിൾ പച്ചയ്ക്ക് ടെലിഫോട്ടോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അൾട്രാവൈഡ് ക്യാമറയുടെ സെൻസർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത്തവണ വരാൻ പോകുന്ന അൾട്രാവൈഡ് ക്യാമറയിൽ ഓട്ടോ ഫോക്കസ് ഉണ്ട്. സോ നിങ്ങൾക്ക് 16 and 16+ വെച്ച് ഇത്തരത്തിലുള്ള മാക്രോ ഫോട്ടോസും ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത്തവണ ക്യാമറ മോഡ്യൂൾ ഇങ്ങനെ ആക്കാനുള്ള കാരണം ഉണ്ടല്ലോ, അതായത് സ്പേഷ്യൽ വീഡിയോ ആൻഡ് സ്പേഷ്യൽ ഫോട്ടോസ് എടുക്കാനുള്ള ഫീച്ചർ. അത് ഈ രണ്ട് ഫോൺസ് വെച്ച് എടുക്കാൻ പറ്റും. പക്ഷെ അത് കാണണമെങ്കിൽ ആപ്പിളിന് തന്നെ വിഷൻ പ്രോ വേണം. iPhone 16ന്റെ ബാറ്ററി സൈസ് അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് കൂട്ടിയിട്ടുണ്ട് എന്നാണ് ആപ്പിൾ പറഞ്ഞത്. പക്ഷേ iPhone 16 കൂട്ടിയോ കുറച്ചോ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ചാർജിങ് സെയിം. ഓക്കെ, ചാർജിങ്ങിൽ അങ്ങനെ ഇംപ്രൂവ്മെന്റ് ഒന്നും വന്നിട്ടില്ല. iPhone 16 Pro and Pro Max ഈ കാണുന്ന 4 കളർ ഓപ്ഷൻസിലാണ് വരാൻ പോകുന്നത്. ബ്ലാക്ക്, വൈറ്റ്, നാച്ചുറൽ ആൻഡ് പുതിയൊരു ഡെസേർട്ട് ടൈറ്റേനിയം കളർ വേരിയന്റ്. പിന്നെ ഞാൻ നമ്മുടെ ആ ലീക്സ് ആൻഡ് റൂമേഴ്സ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 16 Proയുടെയും Pro Maxന്റെയും ഡിസ്പ്ലേ സൈസ്, അതായത് ബെസൽസ് കുറച്ചിട്ട് ഡിസ്പ്ലേ സൈസ് കൂട്ടിയിട്ടുണ്ട്. സോ 16 Pro 6.3 ഇഞ്ചിൽ ആൻഡ് 16 Pro Max 6.9 ഇഞ്ച് സൈസിലാണ് വന്നിരിക്കുന്നത്. അതായത് S24 Ultraയിലുള്ള ഡിസ്പ്ലേനേക്കാളും വലിയ ഡിസ്പ്ലേ ആണ് ഇത്തവണ iPhone 16 Pro Maxൽ വന്നിരിക്കുന്നത്. ഈ രണ്ട് ഫോൺസിലും ലേറ്റസ്റ്റ് A18 Pro ചിപ്സെറ്റ് ആണ് ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. A17 Pro വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കരമായുള്ള ഇംപ്രൂവ്മെന്റ് ഒന്നും ഇല്ല. അതായത് CPU ആണെങ്കിലും GPU ആണെങ്കിലും കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് ഫോൺസിലും ആ ഒരു ഗ്രഫൈറ്റിന്റെ ഷീറ്റ് ഉണ്ടല്ലോ, ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഗ്രഫൈറ്റ് ഷീറ്റ്, അത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ 48 മെഗാപിക്സലിന്റെ ഫ്യൂഷൻ ക്യാമറ ഉണ്ടല്ലോ, ആ 48 മെഗാപിക്സൽ ഫ്യൂഷൻ ക്യാമറ ഈ രണ്ട് ഫോൺസിന് വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം പ്രോയിൽ 3x ടെലിഫോട്ടോ ആൻഡ് Pro Maxൽ 5x ടെലിഫോട്ടോ ആയിരുന്നു. ഈ വർഷം രണ്ട് ഫോൺസിലും 5x ടെലിഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. സോ RIP 3x ടെലിഫോട്ടോ. പിന്നെ ഈ രണ്ട് പ്രോ ഫോൺസിൽ പുതിയ 48 മെഗാപിക്സൽ 48 മെഗാപിക്സലിന്റെ അൾട്രാവൈഡ് ക്യാമറയും തന്നിട്ടുണ്ട്. പിന്നെ 16+ വന്ന ആ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ ഉണ്ടല്ലോ, ആ സെയിം ബട്ടൺ ഈ രണ്ട് ഫോൺസിന് വരുന്നുണ്ട്. അവിടെ ഞാൻ ഷെയർ ചെയ്ത എല്ലാ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഒബ്വിയസ്ലി 16 Proയിലും Pro Maxലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പുതിയ കുറെ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ ഫിൽറ്റേഴ്സ് ഉണ്ടല്ലോ, സോ നോർമൽ ഫിൽറ്റേഴ്സ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഗ്രേഡിയൻ്റ് ഉള്ള ഫിൽറ്റേഴ്സ്, 2-3 കളേഴ്സ് ഒത്തുചേരുന്ന ഗ്രേഡിയൻ്റ് ഫിൽറ്റർ ഉണ്ട്. നമ്മൾ ഈ വിരൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, സ്വൈപ്പ് ചെയ്യുമ്പോൾ വളരെ നൈസ് ആയിട്ട് ആ ഒരു ഗ്രേഡിയൻ്റ് മിക്സ് ചെയ്ത് തരുന്നുണ്ട്. 16 Pro and Pro Max ഈ രണ്ടിൻ്റെയും ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ബാറ്ററി സൈസ് ആപ്പിൾ കൂട്ടിയിട്ടുണ്ട്. എത്രമാത്രം കൂട്ടിയിട്ടുണ്ട് അറിയില്ല. പക്ഷേ ആപ്പിൾ പറയുന്ന അനുസരിച്ച് ഈ 16 Pro Max ആയിരിക്കും ആപ്പിൾ ഇതുവരെ ഇറക്കിയിട്ടുള്ള പ്രോ മോഡൽസിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോൺ. എന്നാൽ വയർഡ് ചാർജിങ്ങിൽ ഇംപ്രൂവ്മെന്റ് ഒന്നും വന്നിട്ടില്ല. അതേ സ്ലോ ചാർജിങ് ആണ് കിട്ടുന്നത്. പക്ഷേ വയർലെസ് ചാർജിങ് ഉണ്ടല്ലോ, മാക്സേഫ് വഴിയുള്ള വയർലെസ് ചാർജിങ്, അതിന്റെ സ്പീഡ് ആപ്പിൾ കൂട്ടിയിട്ടുണ്ട്. എന്നാൽ പണ്ടാരം അടങ്ങാൻ വേണ്ടി ഈ 128 GB സ്റ്റാർട്ടിംഗ് 128 GB എടുത്ത് മാറ്റിയിട്ട് 256 GB ആക്കി കൂടായിരുന്നു. പ്രശ്നം എന്താണെന്നറിയോ, ഈ ക്ലൗഡ് സിസ്റ്റം ഉണ്ടല്ലോ, ക്ലൗഡ് സ്റ്റോറേജ്, അത് ആപ്പിളിനുണ്ട് ഗൂഗിളിനുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് കമ്പനികൾ മിക്കവാറും ഈ ജന്മത്തിൽ അവർ സ്റ്റാർട്ടിംഗ് വേരിയന്റ് 256 ആക്കാൻ പോകുന്നില്ല. കാരണം അവർ ആ ഒരു ആപ്പിൾ സ്റ്റോറേജ് അല്ലെങ്കിൽ ഗൂഗിളിന്റെ സ്റ്റോറേജ് വെച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സീരിയസ്ലി ചീറ്റിംഗ് പോലെയാണ് തോന്നുന്നത്. അതായത് 2024 വരാൻ പോകുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ സ്റ്റാർട്ടിംഗ് 128 GB. ഓക്കെ, എനിവേ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ Pro and Pro Max വേരിയന്റിന്റെ പ്രൈസ് എന്താണെന്ന് അറിയില്ല, ഇന്ത്യൻ പ്രൈസ് ആപ്പിൾ കുറച്ചിട്ടുണ്ട് കേട്ടോ. എനിവേ 16 and 16+ പ്രൈസ് എക്സാക്ട്ലി സെയിം ആണ്, 79,900 ആൻഡ് 89,900. 16 Proയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 1,19,900 രൂപ. 16 Pro Maxന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 1,44,900 രൂപ. സോ ഈ പുത്തൻ iPhone 16 സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അൺബോക്സിംഗ് റിവ്യൂസ് ഒക്കെ ഉണ്ടാവും. സോ അതിനുവേണ്ടി സബ്സ്ക്രൈബ്. ഓക്കെ, ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.